നെല്ലിപ്പുളി. അങ്ങനെ നമ്മൾ നെല്ലിപ്പുളി വാങ്ങിച്ചു. ഒരു മൂടുള്ളത് മമ്മി കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞതാണ്. ബാ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒരു പാസ്സുണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നഴ്സറിയാണ്. അതായത് ഇഷ്ടം പോലെ തൈകളും എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ പോകാനൊരു റീസൺ ഉണ്ട്. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു റിസർച്ചൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ നെല്ലിപ്പുളി, ഈ നെല്ലിപ്പുളി ഇവിടെ പിടിച്ച് നല്ല കാ പിടിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയോ, എൻ്റെ മമ്മി അത് ശരിക്കും വെട്ടിക്കളയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നത് കൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടേ നെല്ലിപ്പുളി വാങ്ങിക്കണമെന്ന് ഇങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം സൂക്ഷ്യം പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടു. അപ്പം നമ്മളങ്ങ് വാങ്ങി. 50 രൂപയുള്ളായിരുന്നു തൈയുടെ വില. മുമ്പ് പോകുമ്പോൾ ഇല്ലേ ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ കുറേ നാളായി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ ഫ്രൂട്ട്സാണ് കൂടുതൽ. കണ്ടോ, ചാമ്പയിലൊക്കെ കാ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഇതെന്ന് പറയുന്ന ബുഷ് ഓറഞ്ചാണ്. അതിലെല്ലാ തൈയിലും അതിൽ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല, കാരണം നമ്മളിപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നീട് വരാം എന്നുള്ള രീതിയിൽ നമ്മളിഞ്ഞ് പോന്നു. 30 ചോദിച്ചായിരുന്നു. പ്ലാവ് ഈ കാണുന്ന കരിമുണ്ട കുരുമുളകിന്റെ തൈകളാണ് കേട്ടോ. 3 തൈ. പിന്നെ ഇഷ്ടം പോലെ കവുങ്ങിന്റെ തൈകൾ ഇഷ്ടം പോലെയാണ്. കാരണം ബൾക്കായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവർ ഇത്രയും. അതായത് കവുങ്ങ്, അതുപോലെ തേക്ക്, പിന്നെ മാംഗോസ്റ്റിൻ്റെ ഒക്കെ തൈകൾ വലിയ, അതായത് എൻ്റെ അത്രയും ഹൈറ്റിലുള്ള തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലതിലൊക്കെ കായും പിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ നഴ്സറിയിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഭ്രാന്ത. ഏതെടുക്കണം പറഞ്ഞ് ഇങ്ങനെ ഓടി 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 നടക്കും. ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ അവർ ഒരുപാടുള്ളതുകൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് കൊതി വരുമായിരുന്നു കേട്ടോ. കണ്ണിട്ടതൊന്നും അല്ല, പക്ഷെ എൻ്റെ നമുക്ക് പ്ലാന്റ്സിനോടുള്ളൊരു ഇഷ്ടം. പിന്നാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ അത് നിറയെ അവിടെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ബായ്.